ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ കാക്കിനടയിൽ നിന്ന് നമ്മൾ സെക്കന്ദരാബാദിലേക്ക് പോവാണ്. കോക്കനട സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിന്. കോക്കനട നല്ല വിചിത്രമായ പേരല്ലേ. കോക്കനട എന്ന് പറയുന്നത് കാക്കിനടയുടെ പഴയ പേരാണ്. ഇവിടെ ഭയങ്കര ശബ്ദമാണ്, അലയും വിളിയും ബഹളമാണ് എല്ലായിടത്തും. അപ്പോൾ നമ്മളിങ്ങനെ കാക്കിനടയുടെ തെരുവ് വീതികളിലൂടെ നമ്മൾ കാക്കിനട ടൗൺ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഉള്ളിടത്തുനിന്ന് ഏകദേശം ഒരു 1.7 കിലോമീറ്റർ ഉണ്ട് കാക്കിനട ടൗൺ സ്റ്റേഷനിലേക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാക്കിനട സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബേ ഓഫ് ബംഗാളിന്റെ തൊട്ടടുത്താണ്, കടൽ തീരത്താണ്. ഈ പോർട്ട് സിറ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുന്ന് വിശാഖപട്ടണത്തേക്ക് വെറും 157 കിലോമീറ്റർ ആണുള്ളത്. അതായത് ഏകദേശം ഒരു 4 മണിക്കൂർ 3 മണിക്കൂറിൽ നമുക്ക് വിശാഖപട്ടണം എത്താൻ പറ്റും. അത്രയും ദൂരമുള്ളൂ ഇവിടുന്ന് കാക്കിനടയിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക്. അപ്പം ആന്ധ്രയിലാണുള്ളത്, തെലങ്കാനയല്ല ആന്ധ്രയിലാണ്. നമ്മൾ ഈ എപ്പോഴും ട്രെയിനിന്റെ പുറകെ ആയതുകൊണ്ട് എപ്പോഴും കേൾക്കുന്നത് കാക്കിനട. അപ്പോൾ എന്തു ഈ കാക്കിനട എന്ന് അറിയാൻ വേണ്ടി വന്നത് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് കാക്കിനട. അപ്പോൾ നമ്മൾ കാക്കിനട ഇങ്ങനെ പയ്യെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിടേക്ക് കാക്കിനടയിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഏതെന്ന് വെച്ചാൽ മറ്റേ ഡയറക്റ്റ് വരുന്നതല്ല, കാക്കിനട SMBT ബംഗളൂരു ശേഷാദ്രി എക്സ്പ്രസ് ഉണ്ട്. അത് നാഗർകോവിലേക്ക് വരും. ആ വണ്ടിയാണ് നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചർ. നിങ്ങൾ നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചറിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം കാക്കിനട എന്ന ബോർഡ്. അപ്പോൾ അത് ഈ കാക്കിനടയിൽ തുടങ്ങുന്ന വണ്ടിയാണ്. അതിപ്പോൾ വൈകിട്ട് 5:30 ഇവിടെ നിന്ന് പുറപ്പെടുന്നത് കാണാൻ പറ്റുന്നറിയത്തില്ല. 5:30 ഇവിടെ നിന്ന് വിടുന്ന വണ്ടിയാണ്. ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമൊന്നും അല്ല കേട്ടോ. ഇതൊരു പോർട്ട് സിറ്റിയാണ്. ഇവിടെ ടൂറിസം അങ്ങനെയൊന്നുമില്ല, കാണാൻ അങ്ങനെ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് അട്രാക്ഷൻസോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സാധാരണ ഒരു സിറ്റിയാണ് കേട്ടോ, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ താഴെയെല്ലാം നല്ല വൃത്തിയുണ്ട് കേട്ടോ, അങ്ങനെ കച്ചറയൊന്നുമില്ല. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ വൃത്തികേടോ അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ബിൽഡിംഗ് അല്ലാതെ ഇങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. നമ്മൾ സാധാരണ ആന്ധ്രയിലൊക്കെ വരുമ്പോൾ കാണത്തില്ല, അതേപോലെ തന്നെയാണ്. ചൂടാണ്. പക്ഷെ ഇപ്പോൾ വൈകിട്ട് 4 മണി കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു തണുപ്പ് പോലെ വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാന്റ് സിറ്റിയാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഗൂഗിൾ മാപ്പിലൊക്കെ. എല്ലാം ഇതേപോലെ നല്ല സ്ക്വയർ പോലത്തെ റോഡുകളാണ്, നേരെ കിടക്കുന്ന റോഡുകളാട്ടോ. ഇവിടെ നേരെ റോഡ്, ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ്, ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ്, അങ്ങനെ നേരെ കിടക്കുന്ന റോഡുകൾ മാത്രമേ ഉള്ളൂ. മാപ്പിൽ നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും ഒരു പ്ലാന്റ് സിറ്റി എങ്ങനെയാണോ അതേപോലെ മാപ്പിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. കാക്കിനടയിലും ഫെഡറൽ ബാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ളൊരു സിറ്റിയാണ് കേട്ടോ. എങ്ങും അങ്ങനെ ഒരു കച്ചറ ഒന്നുമില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. APSRTCയുടെ ബസ്സൊക്കെ പോകുന്നുണ്ടോ. ഇവരെല്ലാം ഇവിടെ നോക്കിയ എല്ലായിടത്തും തെലുങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇടയ്ക്കാണെങ്കിൽ മലയാളം എഴുതുമെങ്കിലും ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് എഴുതുമല്ലോ. പക്ഷെ ഇവരങ്ങനെയല്ല, എല്ലായിടത്തും തെലുങ്ക്. അതുകൊണ്ട് ഈ തെലുങ്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ടേ നമുക്ക് ഒരു രക്ഷയില്ല. ഒന്നെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചെല്ലാം നോക്കേണ്ടി വരും, ഇല്ലെങ്കിൽ പണിയാണ്. ഞാനിവിടെ ശ്രദ്ധിച്ച കാര്യം, മുക്കിന് മൂലയ്ക്ക് ഇവിടെ സ്വീറ്റ്സിൻ്റെ കടകളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഓരോ സ്വീറ്റ്സൊക്കെ വിൽക്കുന്ന കടകളൊക്കെ കണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. സ്വീറ്റ്സിന് ഭയങ്കര ഫേമസ് ആണോ എന്ന് എനിക്കറിയത്തില്ല. കുറേ ഇടത്ത് ഞാൻ ഇപ്പോൾ കണ്ടു ജിലേബി വറുക്കുന്ന കടകൾ, ജിലേബി മാത്രം വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ ഈ പെട്ടിക്കടകളൊക്കെ ഇല്ല. അങ്ങനെ നമ്മളങ്ങനെ നടന്ന് കാക്കിനട ടൗൺ സ്റ്റേഷൻ്റെ പുറത്ത് വന്നു കേട്ടോ. ഇതാണ് കാക്കിനട ടൗൺ സ്റ്റേഷൻ്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. നേരത്തെ ഇവരെല്ലാം ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ അതൊട്ടും മെയിൻറ്റെയിൻഡ് അല്ല കേട്ടോ, ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ല. ഈ ഇവിടെ മറ്റേ അമൃത് ഭാരത് സ്കീമിൻ്റെ ഭാഗമായിട്ട് ഈ ബിൽഡിംഗ് ഒന്നും പൊളിച്ചിട്ടുമില്ല. എന്താണോ എന്തോ, പക്ഷേ ഈ ശേഷം വന്നിട്ടൊന്നും അധികം നാളായിട്ടില്ല. പുതിയ കെട്ടിടം അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ടായിരിക്കും, അറിയില്ല. കണ്ടോ, ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ല. എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ കടലിൻ്റെ അടിയിലത്തെ എന്തോ പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തൊക്കെയാണോ, പക്ഷേ മെയിൻറ്റെയിൻഡ് അല്ല. നമ്മൾ കാക്കിനട ടൗൺ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിൽ അകത്തേക്ക് കയറും കേട്ടോ. ഇവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ശേഷാദ്രി എക്സ്പ്രസ്സിന് കയറാനുള്ള ആൾക്കാരാണേ. ഞാൻ പറഞ്ഞില്ലേ, ഈ ശേഷാദ്രി എക്സ്പ്രസ് ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത് ഈ കാക്കിനട പഴയ പോർട്ട് റെയിൽവേ സ്റ്റേഷനിലാണ്, ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ അവിടുന്ന് സമയം ആവാറാകുമ്പോഴേക്കും ലോക്കോയും റേക്കും ഉൾപ്പെടെ ട്രെയിൻ മൊത്തമായിട്ട് ഇങ്ങോട്ട് വന്ന് കയറും, ആളെ കയറ്റി എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് ഇവിടെ പതിവെന്ന് തോന്നുന്നു, കാരണം ഇവിടെ വണ്ടിയൊന്നും കിടപ്പില്ല. അപ്പോൾ നമ്മുടെയും കോക്കനട മിക്കവാറും അങ്ങനെ ആയിരിക്കും വരുന്നതൊക്കെ. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കയറാൻ വേണ്ടിയിട്ട്. ഈ കാക്കിനട നിന്നും പല ഭാഗത്തേക്ക് ട്രെയിൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹൈദരാബാദിലേക്ക് സ്ഥിരമായിട്ടുണ്ട് ട്രെയിൻ. ഗൗതമി എന്നൊരു വണ്ടിയാണ്, അതാണ് ഇവിടുത്തെ ഫേമസ് വണ്ടി. ഗൗതമി, പിന്നെ ഈ കോക്കനടയും. പിന്നെ ഉള്ളത് ഭാവനഗറിലേക്ക് ഒരു വീക്ക്ലി വണ്ടിയുണ്ട്, ഭാവനഗർ ടെർമിനസിലേക്ക് ഗുജറാത്തിലേക്ക്. പിന്നെ തിരുപ്പതിക്കൊരു വണ്ടിയുണ്ട്. പിന്നെ ചെങ്കൽപ്പെട്ടിലേക്ക് നമ്മൾ വന്ന സർക്കാർ എക്സ്പ്രസ് ഉണ്ട്, പുതുച്ചേരിക്കും സർക്കാർ എക്സ്പ്രസ് ഉണ്ട്. പിന്നെ മുംബൈക്ക് ഒരു വണ്ടിയുണ്ട്, മുംബൈ LTTയിലേക്ക്. കാക്കിനട പോയിട്ട് മുംബൈ LTT ഒരു എക്സ്പ്രസ് ഉണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് വണ്ടിയുണ്ട്. നോർത്തിലേക്ക് അങ്ങനെ ഇല്ല, ഗുജറാത്തിലേക്കുള്ള ഭാവനഗറിലേക്ക് മാത്രമേ ഉള്ളൂ വണ്ടി.
ബാക്കിയെല്ലാം ഞാനീ പറഞ്ഞ ഹൈദരാബാദ്, തിരുപ്പതി, ചെന്നൈ ഏരിയയിലേക്കാണ് കൂടുതലുള്ളത്. പിന്നെ ഞാനീ പറഞ്ഞ ശേഷാദ്രി, ബാംഗ്ലൂർക്കുള്ള ശേഷാദ്രി എക്സ്പ്രസ്സും. ഞാനിവിടെ പുറത്ത് എന്തെങ്കിലും കഴിക്കാൻ വല്ലതും കിട്ടുമെന്ന് നോക്കി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, ഒന്നുമില്ല ഇവിടെ. ഈ വല്ല സൊമാറ്റോ നല്ല ഓർഡർ ചെയ്യേണ്ടി വരും. ഇവിടെ തട്ടുകടകളൊക്കെ പക്ഷെ തുറന്നിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാക്കിനടയിൽ നിന്ന് ഈ SMVT ബംഗളൂരിലേക്കുള്ള ശേഷാദ്രിക്ക് ബുക്ക് ചെയ്യാൻ അന്ന് 2 മാസം മുമ്പ് തീരുമാനിച്ചാൽ, പക്ഷേ 2 മാസം മുമ്പ് ഇത് ഫുള്ളാണ്, വണ്ടി ഫുള്ളാണ്. ഈ വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡ് എവിടെ നിന്നറിയോ? കാരണം ഇത് ബാംഗ്ലൂർ പോകുന്ന വണ്ടിയില്ല, ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഇതിന് ടിക്കറ്റ് ഇട്ടില്ല, അതുകൊണ്ടാണ് കാച്ചിഗുഡ വഴി പോകാൻ തീരുമാനിച്ചത്. വിജയവാഡയുടെ ഒരു WP4 ആണ് ലോക്കോ കേട്ടോ. ഇവിടുത്തെ വണ്ടികൾക്കെല്ലാം ഈ വിജയവാഡ WP4 ആയിരിക്കും ലോക്കോ കേട്ടോ. നോക്ക അവിടെ നിന്ന് ആൾക്കാരൊക്കെ കേറി ഫുള്ളാ, അടിപൊളി. എന്താണിത്? കൊള്ളാം. ഇതാ കാക്കിനട പോർട്ട് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാരൊക്കെ ഇതിനകത്ത് ഇപ്പോഴേ കേറി കണ്ടോ. ഇവിടെ നിന്ന് തുടങ്ങുന്ന വണ്ടിയാ. എൻ്റെ ദൈവമേ, കൊള്ളാം. ഈ വണ്ടി ഇത്ര ഫേമസ് ആകാൻ കാര്യം ഇത് പോകുന്ന റൂട്ടാണ്. ഇത് ഇവിടെ നേരെ വിജയവാഡയിൽ നിന്ന് മറ്റേ തിരുപ്പതി വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ തിരുപ്പതിക്ക് പോകുന്ന ആൾക്കാരാണ് മെയിൻലി ഇതിനകത്ത് കയറുന്നത്, തിരുപ്പതിക്കും ബംഗളൂരിലേക്കുള്ള. തിരുപ്പതിക്ക് പോകാൻ വേണ്ടിയാണ് മോസ്റ്റ്ലി ഇതിനകത്ത് ആൾക്കാർ കയറുന്നത്. കാരണം തിരുപ്പതി ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പിൽഗ്രിമേജ് സെൻറ്ററും കൂടെ അല്ലേ. അപ്പോൾ തിരുപ്പതിക്ക് പോകുന്ന ആൾക്കാരൊക്കെ, ഇത് ഡെയിലി ഉള്ള വണ്ടിയും കൂടെ. അപ്പം തിരുപ്പതിക്ക് പോകുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഇതിനകത്ത് കയറും. നെയിം ബോർഡ് കാണിച്ചു തരാം, കണ്ടോ, നോക്കിക്കാണേ. കാക്കിനാട ടൗൺ, SMVT ബംഗളൂരു, നാഗർകോവിൽ ജംഗ്ഷൻ, കൊച്ചുവേളി. കണ്ട ഈ വണ്ടി നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ സ്ലീപ്പർ കോച്ചുകൾ നല്ല കിടിലം കോച്ച് കേട്ടോ. അകത്ത് ഞാൻ കാണിച്ചുതരാം, കണ്ടോ. ഇതിൻ്റെ ബെർത്തുകളൊക്കെ കണ്ടോ, അടിപൊളി. LSP പോലെ തന്നെ നല്ല സെറ്റ് ബെർത്ത്, നല്ല ക്ലീൻ, കൊള്ളാം. ഇവിടുത്തെ തെലുങ്കരുടെ വണ്ടിക്ക് കണ്ട് മലയാളം നെയിം ബോർഡ് കേട്ടാ. ഈ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളവിടെ കൊച്ചുവേളിക്ക് പാസഞ്ചറായിട്ട് ഓടുന്നതുകൊണ്ടാണ് ഈ മലയാളം നെയിം ബോർഡ് കേട്ടാ. കാക്കിനടൗൺ എഴുതി വെച്ചേക്കുന്നത്. 2 ഒരെണ്ണേ ഉള്ളൂ. സാർ MVT ബംഗളൂരു, MVT എന്നേ ഉള്ളൂ. നാഗർകോവിൽ കറക്റ്റാ, കൊച്ചുവേളിയും കറക്റ്റാ. ശേഷാദ്രി അങ്ങനെ കറക്റ്റ് ടൈമിന് ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഇത് നാളെ ഇനി ഉച്ചയ്ക്ക് ഒരു 12:30 റേഞ്ചിനാണ് ഇത് SMVT ബംഗളൂരു എത്തുന്നത്. നമ്മുടെ കാക്കിനട എക്സ്പ്രസ് വരുന്നത് 8:15 ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പം അത് ഇവിടെ ഒരു 7:20 ഒരു വണ്ടിയുണ്ട്, ഗൗതമി എന്ന് പറഞ്ഞ്. അത് കാക്കിനട പോർട്ടിൽ നിന്ന് വിടുന്നതാണ്. അതും ഹൈദരാബാദ് വരെയുള്ള വണ്ടിയാണ്. നമ്മളതിൻ്റെ ബാക്കിലത്തെ വണ്ടിക്ക് പോകുന്നത്. അപ്പോൾ ആ വണ്ടി പോയിട്ട് മിക്കവാറും നമ്മുടെ വണ്ടിയും കൂടെ കൊണ്ടെടുത്തുള്ളൂ. ഈ റൂട്ടിൽ പാസഞ്ചർ വണ്ടികളെക്കാട്ടും കൂടുതൽ ഇതേപോലെ ഗുഡ്സ് ആണ് കേട്ടോ. എത്ര ഗുഡ്സ് എന്നറിയാം നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ അടുത്ത ഗുഡ്സ് വരുന്നുണ്ടാ, G9 ട്വിൻസ്. ഇതിനകത്ത് എന്തോ ഇത് എന്തോ കല്ലാണല്ലോ, നോക്കിയേ. ഇത് എന്ത് കല്ലാന്ന് മനസ്സിലാകുന്നില്ലല്ലോ. മറ്റേ ഗ്രാനൈറ്റോ അങ്ങനെ എന്തെങ്കിലും ആണെന്നോ, എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. എന്താ കല്ല് കൊണ്ടുപോകുന്നുണ്ട്, കല്ല്. ആദ്യയുടെ കല്ല് കൊണ്ടുവന്ന് ഗുഡ്സ് ട്രെയിൻ കാണുന്നത്, കൊള്ളാം. അടുത്ത ഗുഡ്സ് പോകുന്നു. ഇത് എന്തോന്ന്, ഇത് ഗുഡ്സിന്റെ മേളയാണല്ലോ ഇത്. ഇതെന്താ, ഇത് മറ്റേ അലൂമിനിയാന്ന് തോന്നുന്നു കേട്ടോ. BTAP ഭാരത് അലൂമിനിയ ആ സംഭവം കേട്ടോ. നമ്മളന്ന് ടാറ്റ എക്സ്പ്രസ്സിന് പോയപ്പോൾ കണ്ടായിരുന്നു ഈ ഫ്ലൈറ്റ്. നല്ല അടിപൊളി പാട്ട്, നോക്കി. അനൗൺസ്മെന്റ് ഒക്കെ നല്ല കിടുപ്പാട്ട്. ഇത് ഏതോ പരസ്യം കേട്ടോ, നല്ല പാട്ടല്ലേ. ഇതാണ് ഗൗതമി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കേട്ടോ. ഈ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ തന്നെ ഒരു ഫേമസ് വണ്ടിയാണ് ഗൗതമി. എന്താ ഈ വണ്ടിക്ക് മുംബൈ പോകുന്ന ദേവഗിരി എക്സ്പ്രസ്സുമായിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. കാക്കിനട പോർട്ടിൽ നിന്ന് ആരംഭിക്കുന്ന വണ്ടിയാണ് ഇത്. കാക്കിനട പോർട്ടിൽ നിന്ന് ഇത് ലിംഗംപള്ളി വരെ പോകുന്ന വണ്ടി. ലിംഗംപള്ളി എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിനകത്ത് തന്നെയുള്ളൊരു സ്റ്റേഷനാണ് കേട്ടോ. ഈ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുക കേട്ടോ. കല്യാൺ ഷെഡിൻ്റെ ഒരു WP7 ആണ് ഇതിൻ്റെ ലോക്കോ. ഇവിടുത്തെ വണ്ടികൾക്കെല്ലാം നല്ല എടുപ്പുള്ള പേരുകളാണ് കേട്ടോ. ഗൗതമി, അങ്ങനെ പല പേരുണ്ട്. ഗൗതമി, ദേവഗിരി. കോച്ചാണേലും നോക്കണ്ടോ, നല്ല വൃത്തിയുള്ള കോച്ച്. എനിക്ക് എല്ലാം നല്ല വൃത്തിയുള്ള കോച്ചാണ്ടോ. നമ്മുടെ കാക്കിനട എക്സ്പ്രസ് ഉണ്ട് അവിടെ യാർഡിൽ നിന്ന് എടുത്തുകൊണ്ട് വേണ്ടി 8 മണിയായപ്പോഴാണ് കൊണ്ടുവന്നത്. ഇനി ആകെ 15 മിനിറ്റേ ഉള്ളൂ. എനിക്ക് ലോക്കോടെ ഫോട്ടോ എടുത്തിട്ട് കോച്ചിലേക്ക് വേണം. ഞാൻ പോകുന്ന സെക്കൻഡ് AC ക്കാണ്. സെക്കൻഡ് AC ഏറ്റവും ബാക്കിലാണ് എൻ്റെ.
വിജയവാഡ ഷെഡിന് ഒരു WAP7 ലോക്കോ ആണ്. നമ്മളിവിടുന്ന് സെക്കന്ദരാബാദ് വരെ നയിക്കുന്ന കേട്ടോ. 37,677. നല്ല പുതുപുത്തൻ ഒരു ലോക്കോ കേട്ടോ, വിജയവാഡയുടെ WAP7. അപ്പോൾ നമുക്കിത് നേരെ കോച്ചിൽ പോയി കയറാം. പുറകിലാണ് നമ്മുടെ ഏറ്റവും ആ കോച്ച് കേട്ടോ. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിലുള്ള ഒരു വണ്ടിയാണ്. ഇതും ലിങ്കംപള്ളി വരെയാണ് സർവീസ് നടത്തുന്നത്. 6:20 സെക്കന്ദരാബാദ് എത്തുന്ന ഒരു വണ്ടിയാണ്. ഇതിന് മുന്നിലെല്ലാം സ്ലീപ്പർ ആണ് കേട്ടോ. സ്ലീപ്പർ നമ്മൾ ഈ യാത്രയിൽ സ്ലീപ്പർ എടുത്തു, 3rd AC എടുത്തു. ഇനിയിപ്പോൾ 2nd AC പോകുന്നത്. 2nd AC എനിക്ക് കിട്ടിയ ബർത്ത് പറഞ്ഞ സൈഡ് ഡോറാണ്, പക്ഷേ ഡോറിലെടുത്ത് 5 കേട്ടോ നമ്പർ. ഇത് വേണം ഒരു AC സൂപ്പർ ഫാസ്റ്റ് തന്നെ വിളിക്കാം, കാരണം ഇതിനാകെ 3 സ്ലീപ്പറേ ഉള്ളൂ. ബാക്കി എല്ലാം AC. AC തുടങ്ങി M1 M2 എക്കണമിയാണ് ആദ്യം. എക്കണമി അതിന് 3 ടയർ പിന്നെ 2 ടയർ. നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് ഇപ്പുറത്തെ കോച്ചുണ്ട് A1. ഇതൊരു ദുരന്തോടെ, പഴയ ദുരന്തോടെ കോച്ചായിരുന്നു തോന്നുന്നുണ്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പം ഇതാണ് നമ്മുടെ കോച്ച്. ആ പുത്തൻ കോച്ചാണല്ലോ. 2024 മേഡ് ഒരു AC 2 ടയർ ആണ് നമ്മുടെ. അപ്പം ഇതാണ് നമ്മുടെ കോച്ച് കണ്ടോ. നല്ല പുതുപുത്തൻ നല്ല അടിപൊളി കോച്ചാണ് കേട്ടോ. ഇതാണ് എൻ്റെ ബർത്ത് കണ്ടോ. 5 പോരെ. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് അതൊക്കെ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും രാത്രി ഡോർ അടയ്ക്കുകയും തുറക്കുകയും ഉറക്കം പോവും. നല്ല അടിപൊളി കോച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ പുത്തൻ കോച്ചാണ്. നല്ല എൻ്റെ വാഷ്റൂം ഒന്ന് നോക്കട്ടെ. വാഷ്റൂമൊക്കെ എങ്ങനെ ആയിരിക്കും? നല്ല നീറ്റ് വാഷ്റൂം കണ്ടോ. 2 AC ആയതുകൊണ്ടാണ് കേട്ടോ. 2nd AC ആയിട്ടാണ്. സ്ലീപ്പറൊക്കെ എങ്ങനെ എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ഈ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഓവർനൈറ്റ് വണ്ടികളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടികളെല്ലാം കിട്ടിയിട്ടുണ്ട്. കാരണം ഇവർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യും. എനിക്ക് ഈ വണ്ടിക്ക് സെക്കന്ദരാബാദ് വരെ പോകാൻ അത് 1355 രൂപയാണ്. സൂപ്പർ ഫാസ്റ്റ് ഫെയറാണ്. ഞാൻ ഇതിൻ്റെ ചാർട്ട് നോക്കിയപ്പോഴേ മനസ്സിലാവുന്നേ. ഈ 2nd AC മാത്രമല്ല, കുറേ കോച്ചുകളിൽ നടുക്കത്തെ സൈലോറുകളൊക്കെ എല്ലാം 6 AC പോരെ. ഇപ്പം എൻ്റെ കോച്ചിൽ തന്നെ 2-3 6 AC സീറ്റ് നടക്കുക. ചുമ്മാ അല്ലേ നടുക്ക് ഇപ്പോൾ സൈലോറ് കിട്ടാത്ത നടുക്കല്ലേ ഒരു 6 AC സെറ്റ് ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് നടുക്ക് സീറ്റ് കിട്ടുന്നില്ല. എനിക്കിപ്പോൾ 5 കിട്ടി, സൈലോറ് 5 പോരെ. എന്ത് വിധം നോക്കിയേ. ഇതിപ്പോൾ 2nd AC അതിൻ്റെ കുഴപ്പമില്ല. സ്ലീപ്പർ ഞാൻ അടുത്ത യാത്ര നമ്മൾ കാച്ചിഗുഡ മൈസൂർ, അതിൻ്റെ സ്ലീപ്പർ 7 എനിക്ക് കിട്ടി. S3 കണ്ടോ 7 പോരെ സൈലോറ്. നമ്മൾ കൃത്യസമയത്ത് തന്നെ ഇവിടെ കാക്കിനാട് ടൗണിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് രാജമണ്ഡ്രിയിലാണ് കേട്ടോ. ഇതിന് സമൽക്കോട്ടൊന്നും സ്റ്റോപ്പില്ല, രാജമണ്ഡ്രിയിലാണ് നെക്സ്റ്റ് സ്റ്റോപ്പ്. എൻ്റെ ഇവിടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരും പിന്നെ എൻ്റെ സൈഡ് അപ്പറിലും എല്ലാവരും രാജമണ്ഡ്രിയിൽ നിന്ന് ആൾക്കാർ കയറുന്നു കേട്ടോ. രാജമണ്ഡ്രി ടു സെക്കന്ദരാബാദ്. 12,775 എന്നാണ് ഈ ഒരു വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത്. ആഴ്ചയിൽ 3 ദിവസമേ ഉള്ളൂ. ചൊവ്വ, വ്യാഴം, ഞായർ 3 ദിവസം മാത്രമുള്ള ഒരു ട്രൈ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണിത്. ഇപ്പോൾ ഒരു ചേച്ചി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സൈലോർ എനിക്ക് തരാമോ, എൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ട് വാവയുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എടുത്തു, കുഴപ്പമില്ല പറഞ്ഞു. എനിക്ക് വല്ല ഡോറിനടുത്ത് സൈലോർ ഒരു അപ്പർ ബർത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ കണ്ട് അപ്പർ ബർത്തെങ്കിൽ എവിടെ നിന്ന് കിടന്നാൽ മതിയല്ലോ. ഈ ഡോറിനടുത്ത് സൈലോർ കിടക്കാൻ പറ്റില്ല, ശബ്ദവുമായിരിക്കും. ഡോർ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. നമ്മൾ രാജമണ്ഡ്രി എടുത്തുകൊണ്ടിരിക്കുക. ആ വരുന്ന വന്ദേ ഭാരത് ആണല്ലോ. അത് തന്നെ കണ്ടോ. അതുകൊണ്ട് വന്ദേ ഭാരത് വരുന്ന കണ്ടോ. ലൈറ്റ് കണ്ടോ, അറിയാം വന്ദേ ഭാരത്. അത് ഓറഞ്ച് വന്ദേ ഭാരത് കണ്ടോ. സെക്കന്ദരാബാദ് വിശാഖപട്ടണം വന്ദേ ഭാരത്. അത് നമ്മളൊരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇവിടെ രാജമണ്ഡ്രി എത്തിയത്. നമുക്കൊരു അപ്പർ ബർത്ത് തരാമെന്നൊരു ചേച്ചി പറഞ്ഞില്ലായിരുന്നോ. പുള്ളിക്കാരി ഇപ്പോൾ എന്ന് പറഞ്ഞു അവർക്ക് വേറെ ലോവർ ബർത്ത് കിട്ടി, ഇതെടുത്തോളാം, സൈഡ് ലോവർ നിങ്ങൾ തന്നെ എടുത്തോളാൻ പറഞ്ഞു. ഡെയിലി ഞാനാണ് അവിടെ അപ്പർ ബർത്തിൽ പോയി കിടക്കാന്ന് വെച്ചിരിക്കുകയാണ്. ഈ ഡോറിനടുത്ത് ബർത്തിൽ കിടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെ തന്നെ കിടക്കണം. നമ്മുടെ കോക്കനാട് എക്സ്പ്രസ് ഇപ്പോൾ ഇവിടെ ഭീമാവരം ടൗൺ എന്നൊരു സ്റ്റേഷനിൽ വന്ന് കയറി കേട്ടോ. നമ്മൾ വിജയവാഡ പോകത്തില്ല. വിജയവാഡ പോവാതെ കുടിവാഡ റായനപ്പാട് വഴിയാണിത് നേരെ വാറങ്കൽ ഭാഗത്തേക്ക് പോകുന്നത്. രാത്രിയാണെങ്കിൽ അത്യാവശ്യം ആൾക്കാർ നമ്മുടെ വണ്ടിയിൽ കയറാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കിടക്കട്ടെ. രാവിലെ 6:20 സെക്കന്ദരാബാദ് എത്തുമെന്നാണ് എൻ്റെ ടൈമിങ്. നോക്കാം എത്ര മണിക്ക് എത്തുമെന്ന്. അപ്പോൾ രാവിലെ കാണാം. നമ്മൾ രാവിലെ എൻ്റെ വേണ്ട പുറത്ത് നോക്കിയപ്പോൾ ഇത് നോക്കി നല്ല ഭയങ്കര മഞ്ഞ്. ട്രെയിൻ പയ്യെ പോകുന്നുണ്ടോ, കാരണം മുന്നിലൊന്നും കാണത്തില്ല. നോക്കി എൻ്റെ ദൈവമേ, ഹൈദരാബാദിലൊക്കെ ഇത്രയും മഞ്ഞൊക്കെ ആദ്യമായിട്ട് കാണുന്നേ. ഇത് നമ്മളെ ഡൽഹി പോകുന്നവരുണ്ടല്ലോ, എന്താല്ലേ.
ഒന്നും കാണുന്നില്ല, മുന്നിലത്തെ സിഗ്നലൊന്നും കാണത്തില്ല. അതാണ് ഈ ട്രെയിൻ പയ്യെ പോകുന്നത്. കണ്ടോ, വണ്ടി ലേറ്റാണ് ഇപ്പം, നല്ല പയ്യാണ് വണ്ടി പോകുന്നത്. നമുക്കൊന്നും കാണാൻ വയ്യ, അറിയോ. ക്യാമറയിൽ കുറച്ചെങ്ങനെ കാണാമെങ്കിലും ഒന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് നേരിട്ട് കണ്ണും കൊണ്ട് നോക്കി. ഷോ എന്താ അല്ലേ. മണ്ണിനകത്തോടെ ഇവര് വണ്ടി എടുക്കുന്ന സമ്മതിക്കണം. കാരണം സിഗ്നൽ ഒന്നും കാണത്തില്ലല്ലോ, എങ്ങനെ കാണാനാ. 100 മീറ്റർ ഡിസ്റ്റൻസിൽ എന്തായാലും കാണത്തുള്ളൂ. സമ്മതിക്കണം കേട്ടോ അവരെ. സിഗ്നൽ നോക്കി, ഇത്രയും സിഗ്നൽ മാത്രം നോക്കിയാൽ ട്രാക്കിൽ നോക്കണം, അങ്ങനെ പല കാര്യങ്ങളും നോക്കണം. സമ്മതിക്കണം. അതാണ് ഈ വണ്ടികൾ ലേറ്റ് ആവുന്നത്. ഇപ്പോഴാണ് കുറച്ചുകൂടെ സ്പീഡ് എടുത്ത് തുടങ്ങി. നേരത്തെ കുറച്ച് പയ്യെ ഒഴുകിക്കൊണ്ടിരുന്നത്, ഇപ്പൊ കുറച്ച് സ്പീഡ് എടുത്ത് തുടങ്ങി. എന്നാലും മൂടൽമഞ്ഞുണ്ട് ഇപ്പോഴും. നമ്മളെ ചർലപ്പള്ളി എന്ന സ്റ്റേഷൻ്റെ ഹോം സിഗ്നൽ അവിടെ എത്തിയണ്ടോ. ഒന്നും കാണുന്നില്ല. നമുക്ക് വേണ്ട ഇവിടുന്ന് ആ A3 എന്ന ബോർഡിൻ്റെ ആണം വരെ കാണാൻ പറ്റുന്നുള്ളൂ. 100 മീറ്റർ വരെ വിസിബിലിറ്റി ഇല്ല. അത്രയ്ക്ക് അറിയോ, അത്രയ്ക്ക് മൂടൽമഞ്ഞാണ്. പക്ഷെ ഇത്രയും മൂടൽമഞ്ഞാണെങ്കിലും ഡിഗ്രി, അതായത് ടെമ്പറേച്ചർ 16 ഡിഗ്രിയേ ഉള്ളൂ. അപ്പോൾ ഈ ലോക്കോ പൈലറ്റുമാരെയൊക്കെ സമ്മതിക്കണം. അവരെങ്ങനെ ഈ സിഗ്നൽ നോക്കി പോകുന്ന ഈ മൂടൽമഞ്ഞുണ്ടെങ്കിൽ സമ്മതിക്കണം അവരെ. എന്താ അല്ലേ. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ആ A3 ബോർഡിനോടം വരെ എനിക്ക് കാണുന്നുള്ളൂ, അതിനപ്പുറം ഒന്നും കാണുന്നില്ല. അത്രയ്ക്ക് ഇതാണ് ചർലപ്പള്ളി സ്റ്റേഷൻ. ഈയിടെ പുതിയതായിട്ട് ടെർമിനൽ വന്നെന്ന് പറഞ്ഞില്ല, അതാണ് ഈ സ്റ്റേഷൻ. കണ്ടോ, ആ ഗുഡ്സ് ട്രെയിൻ പോലും മര്യാദ കാണുന്നില്ല. അതൊക്കെ അയ്യോ, അവിടെ നിന്ന് ഏതൊരു വണ്ടി അടിച്ചു വിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. എങ്ങനെ വരുന്നു ഈ സ്പീഡിലൊക്കെ എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നു, ഇനി ഓവർടേക്ക് ആണോന്ന് അറിയത്തില്ല. ആ ലോക്കോ പൈലറ്റ് ആ പുള്ളി സമ്മതിക്കണം കേട്ടോ. ഇച്ചാതി ഇത് കൃഷ്ണ എക്സ്പ്രസ് എന്ന വണ്ടിയാന്ന് തോന്നുന്നത്, അതാന്ന് തോന്നുന്നു. ആദിലാബാദ് തിരുപ്പതി ആ വണ്ടീനെ തെലങ്കാന എക്സ്പ്രസ് ഇപ്പോൾ ഓവർടേക്ക് അടിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത് ചർലപ്പള്ളി സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഒരു തെലങ്കാന എക്സ്പ്രസ്സാണ് ഹൈദരാബാദിൽ നിന്ന് ഡൽഹിക്ക് പോകുന്നത്. എന്നാൽ ഈ കൊടും മഞ്ഞത്ത് ആ പുള്ളിയെ സമ്മതിക്കണം. അടിച്ചു വിട്ട് പോയത്. അയ്യോ, പിന്നെ ഇതിന് അവർക്കറിയാം ഇന്ന വണ്ടിയുടെ കിടപ്പുണ്ടാവും, ത്രൂ ആയിരിക്കും പോകേണ്ടതെന്ന് ആർക്കറിയാം, അതുകൊണ്ടായിരിക്കും അടിച്ചു വിട്ടത്. എന്തായാലും വേറെ കാര്യമാണ്. സമ്മതിക്കണം. ഈ സ്റ്റേഷനൊന്നും വലിയ കാണാൻ പോലും പറ്റില്ല. നമുക്ക് അടിപൊളി സ്റ്റേഷനാണ്. നമുക്ക് വരാം. ഇപ്പം അടുത്ത വീഡിയോ നമുക്ക് ഇവിടെ ചെയ്യാം കേട്ടോ. ഒന്നും കാണുന്നില്ല, നമുക്ക് ഒരു വക കാണാൻ വയ്യ. ഇപ്പൊ മനസ്സിലായി കേരള എക്സ്പ്രസ് പോലത്തെ വണ്ടികളൊക്കെ, ഡൽഹി പോകുന്ന വണ്ടികളൊക്കെ ലേറ്റ് ആവുന്ന എങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും വെറുതെ അറിഞ്ഞോട് ലേറ്റ് ആക്കുക. ഇതാ കാരണം, ഒരു വക കാണാൻ. ഇവിടെ ഇങ്ങനെയാണ്, അവിടെ അതിനപ്പുറമായിരിക്കും മഞ്ഞറിയോ. ഒരു വക നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മള് കുറ്റം പണ്ട് കാര്യമില്ല, അറിയോ. ഇപ്പൊ മനസ്സിലായില്ല എങ്ങനെയാന്ന്. ഈ ഒരു സ്ഥലമായിട്ട് മൗലാലി എന്ന് പറയുന്നത്, നമ്മളവിടുന്ന് നാട്ടിലേക്ക് എത്താണ് മൗലാലിന്ന് കുറെ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നു. മൗലാലി, കൊല്ലം, കോട്ടയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത ഏതൊരു വണ്ടി അടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ.
ഏതോ വണ്ടിയാ, കുറേ സ്ഥലത്തിന്റെ പേരുണ്ട്, ആന്ധ്രയിലെ കുറേ സ്ഥലത്തിന്റെ പേരുണ്ട്. ഏത് വണ്ടിയാന്ന് ആർക്കറിയാം. നേരത്തെ നിങ്ങൾ കണ്ടത് ജന്മഭൂമി എക്സ്പ്രസ് എന്ന വണ്ടിയാണ്. ലിംഗംപള്ളിയിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് പോകുന്ന ഒരു ഇന്റർസിറ്റി ട്രെയിനാണ്. സിറ്റി ഏരിയ ആയപ്പോൾ ഇപ്പൊ ഫോഗൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഫോഗൊക്കെ മാറി, കംപ്ലീറ്റ്ലി മാറി. ഏകദേശം സിറ്റിയുടെ പുറത്തായിരുന്നു ഫോഗ് ഉണ്ടായിരുന്നത്. കോട്ടയം ഹൈദരാബാദ് ശബരിമല സ്പെഷ്യലിലെ റേക്ക് ഷണ്ട് ചെയ്യുന്നത് കണ്ടോ. അത് ഈ വണ്ടിയൊന്നും ഇപ്പോൾ ഓടുന്നൊന്നുമില്ല, ഓട്ടോ ഒക്കെ എപ്പോഴും നിർത്തിയല്ല. പക്ഷെ ബോർഡ് അതിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. അവരത് ഷണ്ട് ചെയ്ത് എങ്ങോട്ടോ കൊണ്ടുപോവാ. നമ്മുടെ റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ കൂടെ വേറെ 2-3 ട്രാക്ക് പോകുന്നത് കണ്ടോ. എന്തൊക്കെയാ കാണുന്നല്ലേ. സെക്കന്ദരാബാദ് ജംഗ്ഷന്റെ ഹോം സിഗ്നൽ വെച്ചാൽ ഔട്ടറിന്റെ ആണ് ഹോം സിഗ്നൽ എന്ന് പറയുന്നത് റെയിൽവേ ടേംസിൽ. അപ്പൊ അവിടെ കൊണ്ട് പിടിച്ചിട്ട് ഇപ്പൊ ഒരു 10-15 മിനിറ്റ് ആയി കേട്ടോ. ഇനി അവിടെയൊക്കെ ട്രാഫിക് ക്ലിയർ ആകാതെ നമ്മളെ കയറ്റൂല. ഈ ഡെസ്റ്റിനേഷൻ എത്താറാകുമ്പോൾ ഇവര് പ്രയോറിറ്റി കൊടുക്കുന്ന അവിടെ നിന്ന് പുറപ്പെടുന്ന വണ്ടികളായിരിക്കും. ഇപ്പൊ സെക്കന്ദരാബാദ് നിന്നൊക്കെ വിടുന്ന വണ്ടികളുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുത്ത് പ്ലാറ്റ്ഫോം ഫ്രീ ആക്കിയിട്ടേ നമ്മളെ കേട്ടത്തുള്ളൂ. കാരണം ഇത് അവിടെ എത്തുന്ന വണ്ടിയല്ലേ. സെക്കന്ദരാബാദ് നിന്ന് വിടുന്ന വണ്ടികളുടെ മെയിൻ്റനൻസ് സ്ഥലമാണ് ഈ കാണുന്നത് കണ്ടോ. നമ്മളതെത്തി സ്റ്റേഷനിൽ കണ്ട് എത്താറായി. ആ വളവ് തിരിഞ്ഞ് നേരെ കയറുന്ന സ്റ്റേഷനിലേക്കാണ്. ഇവിടുന്ന് വണ്ടികളിലൊക്കെ നല്ല വൃത്തിയായിട്ട് കണ്ടോ. അവർ പ്രഷർ വാഷറൊക്കെ വെച്ച് വണ്ടി കഴുകുന്നത് കണ്ടോ. ഹൈദരാബാദ് മെട്രോയുടെ ലൈനായി പോകുന്നു. നമ്മുടെ അവിടെ എറണാകുളം ടൗണിൻ്റെ മുകളിൽ കൂടെ പോകുന്ന കണ്ടിട്ടില്ല, അതേപോലെ തന്നെ ഇവിടെ ഹൈദരാബാദ് മെട്രോ പോകുന്നുണ്ടോ. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ, കാണിക്കാവേ. ഫുള്ള് പരിച്ചിട്ടിച്ചിരി വണ്ടിയാണ്. അതിന് സെക്കന്ദരാബാദ് ഗുണ്ടൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്. ഫുള്ള് ഈ ചൊല്ലറയുടെ വരച്ചല്ല കേട്ടോ, മഞ്ഞിച്ചിരിക്കുന്നത് വണ്ടി മൊത്തം. നമ്മളിവിടെ എത്തുന്നത് ഇപ്പം 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് എത്തുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ എത്തിയിട്ട് വലിയ ധൃതിയൊന്നും ഇല്ലാത്തൊരു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഫൈനലി സെക്കന്ദരാബാദ് ജംഗ്ഷനിലെത്തി. 7:55 ആയപ്പോൾ ഈ വണ്ടി ഇവിടം വരെ അല്ല, ഈ വണ്ടി ലിംഗംപള്ളി വരെ ഉണ്ട്. ഈ വണ്ടി ഇവിടെ നിന്ന് ഇനി അവിടെ ഒരു 10-15 കിലോമീറ്റർ പോകും. അവിടെയാണ് ഇതിന്റെ ടെർമിനേഷൻ. ഈ വണ്ടിയുടെ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ. ഈ വണ്ടി ഈയിടെ പുതിയതായിട്ട് തുടങ്ങിയൊരു വണ്ടിയാണ്. സെക്കന്ദരാബാദ് വാസ്കോഡഗാമയ്ക്ക്, ഇവിടെ നിന്ന് വാസ്കോഡഗാമയ്ക്ക് ഒരു പുതിയതായിട്ടൊരു വണ്ടി തുടങ്ങിയതാണ് ഈ കാണുന്നത് കണ്ടോ. സെക്കന്ദരാബാദ് വാസ്കോഡഗാമ എക്സ്പ്രസ്. രാവിലെ നല്ല തിരക്കാണ്, ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നില്ല. ഈ ആന്ധ്രയുടെ പല ഭാഗത്തു നിന്നും വരുന്ന കുറേ ഓവർനൈറ്റ് വണ്ടിയുണ്ട്. വിശാഖപട്ടണത്തുനിന്നുണ്ട്. അങ്ങനെ കുറേ സ്ഥലത്തു നിന്നൊക്കെ ഓവർനൈറ്റ് വണ്ടികൾ വരുന്ന ഒരു സമയമാണ്. അതാണ് ഇത്രയും തിരക്ക്. ഞാനിത് ഏത് എൻട്രൻസ് വഴി ഇറങ്ങിയത് എനിക്ക് ഓർമ്മയില്ലല്ലോ. ഇത് ഇവിടെ മൊത്തം മാറിയോ ഇനി ആർക്കറിയാം എന്തുവാന്ന്. ഞാൻ ഇറങ്ങി ഇവിടത്തെ തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഗൈസ് ഇത് തെലങ്കാനയാണ്. ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ ആന്ധ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, മാറ്റിക്കണം കേട്ടോ. തെലങ്കാനയാണ്. നമ്മളിപ്പോൾ തെലങ്കാനയിലാണുള്ളത്. തെലങ്കാന. രാവിലെ നമ്മൾ കണ്ട കാഴ്ചകളുണ്ടല്ലോ, ആ മഞ്ഞിൽ കൂടെ പോകുന്നത്, അത് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്തൊരു മൊമെന്റ് അതായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അപ്പൊ എനിക്ക് കോക്കനഡ എക്സ്പ്രസിന്റെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളിവിടെ നേരെ ഇനി ചർലപ്പള്ളിക്ക് പോവാണ്. ചർലപ്പള്ളി സ്റ്റേഷന്റെ വീഡിയോ ആണ് അടുത്ത് കാണാൻ പോകുന്നത്. അതൊരു അടിപൊളി സ്റ്റേഷനാണ്, കാണിച്ചു തരാം. അപ്പൊ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. വേണ്ടി ഈ വണ്ടി കയറി ഞാൻ പോവാടി, വണ്ടി വിടാൻ പോവാട്ടോ. അത് വേഗം എൻഡ് ഈ വീഡിയോ. അപ്പൊ അടുത്ത ദിവസം കാണാം. ബൈ.